നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വെള്ളം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. 2018 വന്ന വെള്ളത്തിന്റെ ഒപ്പം തന്നെ ഈ പ്രാവശ്യം വെള്ളം വന്നു. കേരളത്തിന്റെ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ സജ്ജമായിരിക്കുകയാണ് സർക്കാരും ദുരന്ത നിവാരണ സേനയും. വടക്കൻ കടൽ പ്രദേശവും കടലിന്റെ തീരവും ശക്തമായിട്ടുള്ള സുരക്ഷയ്ക്ക് വിധേയമാക്കണം. ഒരു കാരണവശാലും പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പുകളില്ലാതെ ഫിഷർമെൻമാർ അങ്ങോട്ട് പോകാനുള്ള ഒരു സ്ഥിതി ഉണ്ടാകരുത്. സത്രം പുല്ലുമേട് കാനനപാത വഴിയുള്ള ശബരിമല തീർത്ഥാടനത്തിന് ഹൈക്കോടതി താൽക്കാലിക വിലക്കേർപ്പെടുത്തി. കനത്ത മഴയിൽ തൃശൂരിൽ വീട്ടിലേക്ക് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. ചൂരപ്പെട്ടി ശശിയുടെ വീടിന്റെ അടുക്കള വശത്തേക്കാണ് ഭിത്തി വീണത്. മലപ്പുറം പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ടു. കുട്ടനാട്ടിൽ പാടശേഖരത്തിൽ മട വീണു. മുട്ടാർ പഞ്ചായത്തിലെ ആനാറ്റുപുരം ചൂതനടി പാടശേഖരത്തിന്റെ ബണ്ടാണ് തകർന്നത്. വിത്ത് വിതച്ച് 24 ദിവസം പിന്നിട്ടപ്പോഴാണ് മടവീഴ്ച. നല്ലായിരുന്നു. നിർഭാഗ്യവശാല് കിഴക്കമ്പള്ളത്തിന്റെ വരവ് കാരണം കട്ടിപ്പുഴ തള്ളി പാടശേഖരം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പിരിവെടുത്ത് പാടശേഖരം ഇതുവരെ ഈ വളവിടാറ് കുറെ പകുതിയോളം പേര് എൽട്ടു, പകുതിയോളം പേര് ഇടാൻ കിടക്കുന്നു. ആ ഒരു സമയത്താണ് ഈ മട വെക്കുന്നത്. ഞങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ഞങ്ങളുടെ ഈ പാടശേഖരത്ത് ഉണ്ടായത്. കാസർഗോഡ് ഷിറിയയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഷിറിയ പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.